ഹായ് ഹലോ കേതൻ്റെ ഏതെന്നുറത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഓണത്തിൻ്റെ ഒരു ഫീൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഓണസദ്യയുടെ ഓരോരോ ഐറ്റംസ് ആയിട്ട് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടായ പ്രഥമൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയൊന്നും തിരികെ സമയം കളയണ്ട, അടിപൊളി പ്രഥമൻ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ദാണ്ടേ അട, ശർക്കര, ചവ്വരി, നെയ്യ്, ക്യാഷ്നട്ട്, റേസിൻസ്, പശുവിൻ പാല്, ഇത്രയും മതി. ആദ്യമായിട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആയാലും മതി. നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ അടയെ നന്നായി വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ അട വറുത്തെടുക്കാനായിട്ട്. കാര്യം ഹൈ ഫ്ലെയിം ആയാൽ നമ്മൾ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് നെയ്യ് വേണ്ട, ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമുള്ളൂ. ഈ നെയ്യിൽ കിടന്ന് പതുക്കെ ഇത് മൂത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അട വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അട നേരത്തെ വേവിച്ച് അത് പച്ചവെള്ളത്തിൽ കഴുകി വെച്ച് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. ഇതൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടപ്രഥമനാണിത്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് അട, അതായത് ഞാൻ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിനൊരു 2.5-3 ടേബിൾ സ്പൂൺ വരെ ചവ്വരിയുടെ ആവശ്യമുള്ളൂ. അത് നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കാം. സെപ്പറേറ്റ് വേവിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഈസി മെത്തേഡ് പ്രഥമനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തേങ്ങ ചുരണ്ടണം. ഇത്രയും പ്രഥമൻ ഉണ്ടാക്കാൻ ഒരു 2 തേങ്ങയെങ്കിലും വേണം. അത് ചുരണ്ടണം. പിന്നെ അതിൻ്റെ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെയൊക്കെ എടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മൂക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സൈഡൊക്കെ മൂത്ത് വന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കും. അത് സാരമില്ല. ഇതിലേക്ക് നമ്മളൊരു 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. നല്ല പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1/2 ലിറ്റർ. അത് നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ പച്ച പാല് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കുക. അതായത് നമ്മുടെ അടയുടെ മുകൾ ഭാഗം വരെ നികന്ന് കിടക്കണം. ഇത്തിരിയും കൂടെ കൂടിപ്പോയാലും സാരമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറുകി വരുന്നതിനനുസരിച്ചാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്ന പാൽ എപ്പോഴും തിളപ്പിച്ച് വെച്ച പാൽ മാത്രമേ ഇനി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കണം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നിർത്താനേ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യമായി ഉണ്ടാക്കുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലാവാൻ വേണ്ടി ഞാൻ ഇത്ര സിമ്പിളായിട്ട് സമയം എടുത്ത് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ബോറടിപ്പിക്കാനൊന്നും അല്ല കേട്ടോ. ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും അടപ്രഥമൻ ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ അടയും പാലും ഒക്കെ ഇവിടെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരിയും കൂടെ വേവാനുണ്ട്. നമ്മൾ എപ്പോഴും വേവ് നോക്കണം. നമ്മുടെ അരിയുടെ വേവ് നോക്കില്ലേ ചോറാകാൻ, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കുക. അതാണ്, ഓരോ അടയ്ക്കും ഓരോ വേവാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിൽ പാല് കുറവായിട്ട് തോന്നും, തമ്മിലിങ്ങനെ കുറുകി വരുന്നെങ്കിൽ നമുക്ക് തിളപ്പിച്ച് വെച്ചാൽ കുറച്ച് പാലോട് ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തതിനിടയ്ക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ സ്ലിപ്പായി പോയിട്ടോ. പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കണം. മിക്സ് വെൽ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് നമുക്കിത് ഗ്യാസിലോ അടുപ്പിലോ വെച്ചിട്ട് മാറി നിൽക്കാൻ പാടില്ല. കാര്യം ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിൽ സ്ട്രക്ചർ മാറിപ്പോവും. ഞാൻ നോക്കിയപ്പോൾ അട ഇനി കുറച്ചുകൂടി വേവാനുണ്ട്, കുറച്ച് കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാണ്. നമ്മൾ അടയിൽ ആദ്യത്തെ പാല് മിക്സ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ തണുത്ത പാൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ തണുത്ത ഉപയോഗിച്ചാൽ ഈ അട കട്ടിയായി പോകും, വേവില്ല. അതുകൊണ്ടാണ് പിന്നെ ചൂടായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഇത്രയും ജോലിക്കിടയിൽ നമ്മൾ തേങ്ങ ചുരണ്ടാനും അത് പാലെടുക്കാനും 1-ാം പാലും 2-ാം പാലും എടുക്കാനൊക്കെ പോവണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പശുവിൻ പാലിൽ തന്നെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. 1 കിലോ അട എടുത്തത് കാരണം 1/2 കിലോ ശർക്കരയും ചേർത്തു. കുറച്ച് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകും. ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ ശർക്കര ഉരുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ നൂൽ പരുവൊന്നും ആവേണ്ട, ഈ ഒരു ടെക്സ്റ്റിൽ കിട്ടും. നമുക്ക് അത്രയും വെള്ളം മാത്രം ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അട ഒരു ഫുള്ള്, അതായത് എന്താ പറയുക, ഫുൾ വേവണം. മുക്കാലൊന്നുമല്ല, ഫുൾ വെന്ത് വന്നാലേ നമുക്ക് കറക്റ്റ് ടെക്സ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചവച്ച് കഴിക്കേണ്ടി വരും.
നമ്മുടെ ഓൾമോസ്റ്റ് വെന്ത് വരാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വേവും. ഇതിൽ മീൻ കണ്ണ് പോലെയാണ് ചൗവരി. അതാണ് നമ്മൾ ചൗവരി വെന്തതിൻ്റെ അടയാളം. നമ്മുടെ മീനിൻ്റെ കണ്ണ് പോലെയാണ് ചൗവരി. നമ്മുടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ അട. കണ്ടില്ലേ, എല്ലാവരും കാണുന്നില്ലേ? എല്ലാവരും ഇത് കൈവച്ചെടുത്ത് നോക്കിയിട്ടായാലും ചെയ്താൽ മതി. ഒരുപാട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ കാണുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കുക, കടിച്ച് നോക്കുക ചെയ്യാം. അപ്പോൾ അറിയാം വെന്തോ ഇല്ലയോ എന്ന്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഇനി ചേർത്ത് കൊടുക്കും. അതും ചെറു ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാൻ. എപ്പോഴും ശർക്കര അരിച്ച് തന്നെ വേണം എടുക്കാൻ. എങ്ങനെയായാലും അതിലെന്തെങ്കിലുമൊക്കെ ഇത്തിരി പൊടിയെങ്കിലും കാണാണ്ടിരിക്കില്ല. അതിങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 കിലോ അടയ്ക്ക് 1/2 കിലോ ശർക്കരപ്പാനി തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി മധുരം കുറച്ച് കുറവ് മതി എന്നുള്ളവർ കുറച്ച് ശർക്കര കുറച്ച് വേണേൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് ഒരു ബാലൻസ് ചെയ്യണമെങ്കിൽ ഈക്വലായിട്ട് എടുത്താൽ നല്ല ബാലൻസിങ് കിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടവും മിക്സായി വരണ്ടേ. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കരപ്പാനി നമ്മുടെ അടയായിട്ട് മിക്സായിട്ട് നമ്മുടെ അടയിലേക്ക് ഈ മധുരം പിടിക്കണം. ഇനി നമ്മുടെ അട വേവറില്ല, ഈ ശർക്കരപ്പാനിയുടെ മധുരം പിടിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി കേട്ടോ. ഇനി എപ്പോഴും ഫസ്റ്റ് ചെയ്തോട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഏകദേശം കുറുകിയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കുറുകിയാണെങ്കിൽ നമ്മുടെ പാൽ തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഏലക്ക പൊടിക്കണം. ഏലക്ക പൊടിക്കുന്നതിനായിട്ട് ഞാൻ 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അതിലേക്കൊരു 6 ഏലക്കായി ഇട്ട് കൊടുത്തു, നന്നായിട്ട് പൊടിച്ചു. അപ്പോഴേ പൊടിഞ്ഞു വരും, അല്ലെങ്കിൽ ഏലക്ക ഇങ്ങനെ തൊലിയായിട്ട് കിടക്കും. ഇനി തൊലി വേണ്ടാത്തത് ഇതിന് തൊലി പെരക്കി കളയാവുന്നതാണ്. അങ്ങനെ കുറുകി വന്ന നമ്മുടെ പ്രഥമനിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തു. ഇതിൽ ചുക്കുപൊടി ചേർക്കുന്നതിനുണ്ട്. എനിക്ക് ആ ചുക്കുപൊടി ചേർക്കുമ്പോൾ ആ ചുക്കിൻ്റെ ഫ്ലേവറാണ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുക്കുപൊടി ചേർക്കാറില്ല. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാവരും വിചാരിക്കും ഇത്രയും ഇളക്കി കൊടുക്കണം. അതേ, പ്രഥമന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ക്ഷമയോടെ നിന്ന് വേണം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട്. ഇതിൽ ഞാൻ ഇത്തിരി 1-ാം പാൽ ചേർക്കുന്നുണ്ട്. എനിക്കിവിടെ ഇരിപ്പുള്ളതുകൊണ്ട് മാത്രം. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്തിരി പശുവിൻ പാൽ ചേർത്താലും മതി. അപ്പോൾ എനിക്ക് ഇത്തിരി 1-ാം പാൽ ഇരുന്നത് കൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച നെയ്യ് ഒഴിക്കുക. നമ്മൾ നെയ്യ് ഇനി വറുത്ത് ചേർക്കും, പച്ച നെയ്യ് ഒഴിക്കുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ചേർത്തേന്ന് ചോദിക്കരുത്. അതെനിക്കിവിടെ ഇരിപ്പുള്ളതുകൊണ്ട് ചേർത്തത്, സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് വന്നില്ലേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ. ഇനിയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ കാഷ്യൂവും റേസിൻസും കൂടി ചേർക്കാം. അതിനായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു. നെയ്യ് എന്ന് പറയുമ്പോൾ അതിനൊരു അളവില്ല. നമ്മുടെ നെയ്യ് കൂടുന്തോറും പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിക്കുന്നതും അളവില്ല. അത് എത്ര ചേർക്കുന്നോ അത്രയും നല്ലത്. അത് നമ്മുടെ ഇഷ്ടാനുസരണവും നമ്മുടെ കയ്യിലുള്ള പോലെയൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു, അത് ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരണം, ഒരു കരിഞ്ഞു പോരുത്. ചിലരൊക്കെ നന്നായിട്ട് കാഷ്യൂനട്ട് മൂപ്പിക്കുന്ന കാണാം, ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് വരും. പക്ഷെ അത്രയായ ഒരു ടേസ്റ്റ് വരില്ല. റേസിൻസും കറുത്ത് പോകാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മൂത്ത് വരും. ഇങ്ങനെ റേസിൻസ് ഒക്കെ ഇങ്ങനെ ബബിൾ പോലെ വീർത്ത് വരും. അത് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഇതിൻ്റെ മണം കേൾക്കുമ്പോഴേക്കും കിച്ചണിലേക്ക് കേതപ്പനും കശപ്പനൊക്കെ ഓടി വരാറുണ്ട്. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നെയ്യിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പ്രത്യേക മണമല്ലേ. അങ്ങനെ ഇതെല്ലാം കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പ്രഥമനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പം പ്രഥമനൊക്കെ നല്ല കറക്റ്റായിട്ട് കുറുകി വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കണ്ടേ. അത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇരുന്ന് തണുത്ത് ചിലരൊക്കെ ആദ്യമേ വറുത്ത് വെക്കുന്നത് കാണാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ലാസ്റ്റ് തന്നെ വറുത്ത് ചേർക്കുക, അതാവും ഒരു മണവും പ്രത്യേക രസമാണ്. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പണികളും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ഈ പ്രാവശ്യം ഓണത്തിന് അടപ്രഥമൻ തയ്യാറാക്കാൻ പറ്റില്ലെന്നുള്ള വിഷമം വേണ്ട. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അടപ്രഥമൻ നമ്മുടെ കല്യാണ സദ്യക്കും വിളമ്പുന്ന അതേ അടപ്രഥമൻ തന്നെയാണ്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തില്ല എന്ന് മാത്രം. അതിന് പകരം നമ്മൾ നാടൻ പശുവിൻ പാൽ തന്നെയാണ് ചേർത്തത്. അതുകൊണ്ട്
എന്താ ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യൂ. ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരുടെയും വീട്ടിൽ തിരുവോണത്തിന് അടപ്രഥമനായിരിക്കട്ടെ. നമ്മുടെ ഈ അടപ്രഥമനും പപ്പടവും പഴവും കൂട്ടി ഒരു പിടി പിടിക്കണം. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ? ഞാൻ അങ്ങനെ കഴിച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് പപ്പടം ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, സപ്പോർട്ട് എല്ലാം ഉണ്ടാകണം. ടാറ്റ, ഓക്കെ, ബൈ ബൈ.